വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ ടേസ്റ്റാണ്, എന്നാൽ തയ്യാറാക്കാൻ വളരെ ഈസിയുമാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിലി വേണമെങ്കിലും തയ്യാറാക്കാം, പക്ഷേ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഉള്ളി 5 സവാള ഉള്ളിയാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം. ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതേപോലെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ പച്ചമുളക് 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നെടുകെ കീറിയത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഒന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കിട്ടിയിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാവുന്നത്. അപ്പോൾ അതിവിടെ മൂത്ത് വന്നപ്പോഴത്തേനും ഞാനൊരു 2 തക്കാളി ടൊമാറ്റോ ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം ഇട്ടിട്ട് ഇത് തയ്യാറാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കൂട്ടമാണ് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അടിപൊളി ടേസ്റ്റാണ്. പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്ങാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെയൊക്കെ 1 കിലോ ചിക്കന് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പൊടികളും നല്ലപോലെ മൂത്ത് പച്ചക്കുത്തൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം, അല്ലാതെ തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം ഏതാണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കുന്നുണ്ട്. കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ഒരു തള വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇടാൻ പരുവത്തിന് ഇത് തിളച്ച് നല്ലപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വെന്തിറങ്ങിയിട്ടുണ്ട്. അത് വെന്തിറങ്ങുമ്പോഴേ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതോടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ അധികം വേവില്ല. നമ്മൾ ഇത് ഈ ചിക്കൻ പൊടിയാതെ കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. ഇളക്കുന്ന സമയം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയം വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇനി ഇതിൻ്റെ ലാസ്റ്റ് സമയം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം.
അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാലേ ഇത് ഡ്രൈ ആയി ഒരു ഡ്രൈ ഗ്രേവിയിൽ നമുക്കിത് സംഭവം കിട്ടത്തുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ആരും ട്രൈ ചെയ്യാൻ മറക്കരുത്. കഴിക്കാത്ത കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി ഒന്ന് കഴിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്കിനി നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.